ഞങ്ങൾ ഒരുമിച്ചാണോ പറയണ്ടേ? എങ്ങനെയാണ് പറഞ്ഞത്? ഓക്കെ പറ. കഴിയട്ടെ, ഇത് തരാം. ഇന്ന് രാവിലെ എന്നോട് ഒന്നും മേടിക്കലെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോ ഒരു സിപ്പ് മേടിച്ചോണ്ടോ. എവിടെ എന്നിട്ട് കഴിയട്ടെ, ഇത് തരാം. അമ്മയുടെ മാറ്റണം എന്ന് കല്യാണി ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എനിക്കറിയാം. പറ. നീ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, പറഞ്ഞു. എന്റെ ലൈഫിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് ഇവള് വന്നതിന് ശേഷമാണ്. എന്റെ പ്രൊഫഷൻ മാറി. ഈവൻ അരുണിന്റെയും എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായത് ആഫ്റ്റർ ഹെർ ബർത്ത് ആണ്. എല്ലാം വളരെ പോസിറ്റീവ് മാറ്റങ്ങളാണ്. അമ്മ എനിക്ക് കല്യാണി കാണണം. അപ്പൊ കുറച്ച് ദിവസം എന്തോളം നാട്ടിൽ ഉള്ളൂ. ഫസ്റ്റ് തിങ് നമ്മൾ വന്നപ്പോ പറഞ്ഞത് കല്യാണിയെ മീറ്റ് ചെയ്യണം എന്നുള്ളതാ. അപ്പൊ അത് മഞ്ജുചേച്ചിയുടെ പ്ലാൻ ആയിരുന്നു ആക്ച്വലി. ചെറുതായിട്ട് അമ്മ ഇങ്ങനെ നോക്കിയപ്പോ പുറകിൽ ഒരാളിങ്ങനെ ചിരിച്ചോണ്ടോ. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. ലിറ്ററലി ഭയങ്കര എനിക്ക് വെരി സ്വീറ്റ്. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ സ്വീറ്റ് ഡോട്ടർ. പലപ്പോഴും എനിക്ക് കുഞ്ഞിലേക്ക് ഇവിടെ വഴക്ക് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. ഐ വാണ്ട് ടു സേ സോറി ഫോർ ദാറ്റ്. എന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്റെ ഉടുപ്പ് മാറ്റിയപ്പോ അമ്മ എന്നെ ഇങ്ങനെ വഴക്കിട്ടു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രായത്തിൽ ഞാനൊന്ന് വഴക്കിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആൻഡ് എനിക്ക് അമ്മയുടെ ഇങ്ങനെ പുറകെ എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിമിക്രി, ഞാൻ ആക്ച്വലി മോണാക്ടും മിമിക്രി ആണ്. പക്ഷെ മിമിക്രിക്കാണ് കുറച്ചുകൂടെ ഇങ്ങനെ ആക്ടിങ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ ഇനി ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ സെഷൻ ഉണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് റെഡി അല്ലേ? യെസ്. 4 ജനേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ചാണോ പറയണ്ടേ? എങ്ങനെയാണ് പറഞ്ഞത്? ഓക്കെ. അമ്മ രണ്ടുപേരോടും ആയിരിക്കും, ഒരാളോടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അമ്മയുടെ മാറ്റണം എന്ന് കല്യാണി ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എനിക്കറിയാം. ഫണ്ണി ആവാം, ചെറുതാവാം. ഈ ഒരു സ്വഭാവം അമ്മ എത്ര ആശം പറഞ്ഞു? ഇടയ്ക്ക് അമ്മ ഒരു സെന്റൻസ് നീ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, പറഞ്ഞു. നല്ല ദേഷ്യമാണ്. സെന്റൻസ് ഒക്കെ തീർക്കണേനും എനിക്കറിയാം. എക്സാം ടൈമിലൊക്കെയാണ് കൂടുതൽ. എക്സാം ടൈമില് പക്ഷെ ഞാൻ ഇടയ്ക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോ എന്നിട്ട് രാത്രി സങ്കടം വരും, എന്നിട്ട് സോൾവ് ആവും. പിന്നെ കൊഞ്ചിക്കും, ലാസ്റ്റ് ഫൈനാക്കും. എന്താ വെച്ചാലേ നമുക്ക് എന്താ പറയാ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിന്റെ അടുത്തല്ലേ നമ്മുടെ ഏറ്റവും മോശം സ്വഭാവം വരെ കാണിക്കാൻ. അതെ, ബാഡ് പാർട്ട് കാണുന്നത് സത്യത്തിൽ ഇവിടെ വീട്ടിലുള്ളവരാ. അല്ലാതെ ഞാൻ പുറത്തു പോയാൽ ഈവൻ അറ്റ് മൈ ഓഫീസ് അവിടെ പോലും ഞാൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ ചൂടാവുന്ന പോലൊന്നും വേറെ എവിടെയും, ഈവൻ സെറ്റിലാണെങ്കിലും വേറെ എവിടെയും ഞാൻ അങ്ങനെ ഞാൻ ദേഷ്യം വന്നാൽ പോലും ഞാനത് ഭയങ്കരമായി കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ ഞാൻ പൊട്ടിപ്പോവും. ഇവിടെ പിന്നെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അത് പ്രത്യേകിച്ചും അരുണിന്റെ അടുത്ത് ഇവളുടെ അടുത്ത് ഇന്ന് രാവിലെ കൂടെ നീ ഇത്ര പ്രഷർ എടുക്കുന്നത് എന്തിനാ? തലവേദന അമ്മയെ ഒച്ച എടുത്തിട്ട് അമ്മയ്ക്ക് തൊണ്ട പോയിട്ടിരിക്കുന്നു. ഒരു 1 വീക്ക് അമ്മയ്ക്ക് തൊണ്ട അലറിയിട്ടല്ലേ എന്താണ് ഇതെന്നൊക്കെ. അല്ല, എന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്തോ? അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒന്നും ഇവിടെ കണ്ടായിരുന്നു, വേണേ ഒന്ന് ഇരുത്തി ഒരു വേണ്ടേ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ റേറ്റ് ചെയ്ത് കൂട്ടണ്ട. അങ്ങനെ വ്യൂ വേണ്ടെന്ന് ഞാൻ വിളിച്ചാ വരും, ഫ്രണ്ട്സാന്ന് ഞങ്ങളൊന്ന്. ഓക്കെ, അടുത്തത്. അമ്മ എന്ന നിലയിൽ ഗായത്രി കല്യാണിയോട് ഇതുവരെ പറയാത്ത എന്നാൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു താങ്ക് യു ഫോർ സംതിങ് അല്ലെങ്കിൽ സോറി ഫോർ സംതിങ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ മോളെ? അല്ലേ? അതായത് ഒരു താങ്ക് യു പറയുക, അതിൻ്റെ ഒരു സാഹചര്യം, ഒരു സോറി അതിനൊരു സാഹചര്യം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ഞാൻ ജനറലി പറയാം, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിട്ടല്ല. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ സ്വീറ്റ് ഡോട്ടർ. ആൻഡ് പലപ്പോഴും എനിക്ക് കുഞ്ഞിലേക്ക് ഇവിടെ വഴക്ക് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ബേർഡ്. അപ്പം പക്ഷേ ഞാൻ ആ വഴക്ക് പറഞ്ഞതൊക്കെ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഞാൻ എപ്പോഴൊക്കെയാണോ അത്രയും വഴക്കിട്ടിട്ടുള്ളത് ആ സിറ്റുവേഷൻസ് ഒക്കെ റെലവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിപ്പോഴും അവൾക്ക് ഓർമ്മ ഉണ്ടാവും എന്തിനാണ് അത് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ അത്രയും ചൂടായിട്ടുള്ള സിറ്റുവേഷൻസ്
ഇമ്പോർട്ടൻസ് ആയി അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. മനസ്സിലായി, മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. യെസ്. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമം വരും. ആൻഡ് ഐ വാണ്ട് ടു സേ സോറി ഫോർ ദാറ്റ്. ഇടയ്ക്ക് പഴയ ഫോട്ടോ ഈ പ്രായത്തിൽ ഞാൻ തന്നെ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്തോ ഉടുപ്പ് മാറ്റിയപ്പോ അമ്മ എന്നെ എന്തോ ഇങ്ങനെ വഴക്കിട്ടു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് ഈ പ്രായത്തിൽ ഞാനൊന്ന് വഴക്കിട്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ അതൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ അന്ന് എന്തോ ഇതുപോലെ എന്തോ കാര്യത്തിന് കുഞ്ഞല്ലേ, പക്ഷെ ഞാൻ വഴക്കിട്ടു അവളെ. 1 വയസ്സിന്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പൊ ഇപ്പൊ അത് ആലോചിക്കുമ്പോഴേ എനിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് തന്നെ കരച്ചിലൊക്കെ വരും. അയ്യോടാ പാവൻ ചക്കര വേണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഈ അടുത്ത കാലത്ത് കല്യാണിക്ക് അമ്മയോട് വിയോജിപ്പ് മീൻസ് എതിർപ്പ് തോന്നിയ ഏറ്റവും ഒടുവിലെ ഒരു കാര്യം എന്താണ്? അതായത് ഏറ്റവും അടുത്ത് അമ്മയോട് അഭിപ്രായം അതല്ല അമ്മ എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെ അമ്മ ചെയ്ത് ശരിയായില്ല, എന്തൊരു വിയോജിപ്പ്, ഒരു വൺ തിങ് ദാറ്റ് യു വാണ്ട് ടു സേ? ഇത് കുറച്ചു മുമ്പ് അങ്ങനെ ഞാൻ ചിലപ്പോ പോവാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ ചിലപ്പോ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പൊ എന്നെ വേറെ സ്കൂളിലേക്ക് ആക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനും അമ്മ ഇങ്ങനെ അവിടെ കിട്ടിയില്ല അതാണ് ഉറപ്പിച്ച് അമ്മ പറ്റത്തില്ല ഈ സ്കൂളിൽ അല്ലല്ല ഉറപ്പിച്ച് അത് അതാന്ന് തോന്നുന്നു. അല്ലാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉണ്ടായ ഒരു ചെറിയ അല്ലേ? അതേ ഉള്ളൂ. അപ്പൊ ഇറ്റ്സ് എ ഗുഡ് തിങ് അങ്ങനെ തോന്നില്ലെങ്കിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ്. ഓക്കെ, കല്യാണി ജനിച്ച് ഓക്കെ ഒരു അമ്മയായ ആ ഒരു നിമിഷത്തിൽ ഗായത്രിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്തായിരുന്നു? വൺ തിങ്, കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പാരൻ്റ് ആകുമ്പോൾ. പക്ഷേ ഇത് വൺ തിങ് വിച്ച് എൻറ്റയർലി ചേഞ്ച് ചെയ്ത ഒരു കാര്യം, ഏറ്റവും വലിയൊരു മാറ്റം. കംപ്ലീറ്റ്ലി അതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവളെ ഡിപ്പെൻഡ് ചെയ്താവും ഉണ്ടാവുക. അപ്പോൾ പക്ഷേ എൻ്റെ ലൈഫിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് ഇവള് വന്നതിന് ശേഷമാണ്. എൻ്റെ പ്രൊഫഷൻ മാറി. ഈവൻ അരുണിൻ്റെയും എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായത് ആഫ്റ്റർ ഹെർ ബർത്ത്. എല്ലാം വളരെ പോസിറ്റീവ് മാറ്റങ്ങളാണ്. അപ്പൊ അങ്ങനെ അതാണ്. അല്ലാതെ ഞങ്ങളുടെ ഇപ്പം എന്താ പറയുക, ആസ് എ പേഴ്സൺ എനിക്ക് അങ്ങനെ ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരും. അതുവരെ നമ്മളുള്ളത് പോലെയല്ല അതിനുശേഷം. ഈ പറഞ്ഞ ആ സമയത്തുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും ലൈഫിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് അതിനുശേഷം. എനിക്ക് ഇപ്പോഴും കല്യാണിയുടെ പണ്ടത്തെ കുട്ടി ഫോട്ടോസൊക്കെ കുറെ ഫാൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ചില മിസ്സിങ് ഉണ്ടാവത്തില്ലേ? അല്ലെങ്കിൽ പ്രിയപ്പെട്ട ചില എവറി ഡേ ഞാൻ അത് പറയാറുണ്ട്. അതായത് ഞാൻ ചോദിക്കും, ഞാൻ ഇടയ്ക്ക് പറയും നീ എങ്ങനെ ഇത്രയും പെട്ടെന്ന്, എനിക്ക് കുറേ കാലഘട്ടത്തിൽ ഓർമ്മ തന്നെ ഇല്ല. അതായത് എങ്ങനെയാണ് ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ആഫ്റ്റർ 5 years എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വലുതാവുന്ന കാണിക്കില്ലേ? ആക്ച്വലി എൻ്റെ മെമ്മറി അങ്ങനെയാ. അതായത് ഇവളുടെ ചെറുപ്പത്തിലുള്ള കുറേ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള കുറേ സമയങ്ങളൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പൊ ഇവളുടെ ചില കോവിഡ് സമയമൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് മാഞ്ഞു പോയി തോന്നുന്നു, മെമ്മറിയിൽ നിന്ന്. അപ്പൊ അതൊക്കെ ഇവള് പെട്ടെന്ന് വലുതായി പോയി എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. ഇവള് എങ്ങനെ ഇത്രയും പെട്ടെന്ന്, ഇത് ഇങ്ങനെ വർഷങ്ങൾ ഇത്ര പെട്ടെന്ന് പോയി, അങ്ങനെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാ. അത് നമ്മുടെ ഈ ജനറേഷൻ വന്നപ്പോ ഈ കോവിഡും അതും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും കുറേ നാളെന്തോ ഞാനിപ്പോ ചില ഇങ്ങനെ ഫോട്ടോക്കൊക്കെ പോസൊക്കെ ഇടും. ഇല്ല നീ ഇത്ര വലുതായിട്ടില്ല, നീ വളരെ ഒരു വലിയ ലേഡിയെ പോലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ നിനക്കൊരു ഇന്നസെൻസ് ഉണ്ട്, അത് കീപ്പ് ചെയ്ത് ചെയ്താൽ മതി പോയി. ഓക്കെ, റെഡി. ഒരു മകൾ എന്ന നിലയിൽ കല്യാണി ചെയ്തതിൽ വെച്ച് ഗായത്രിയുടെ കണ്ണ് നിറച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയ ഒരു നിമിഷം അല്ലെങ്കിൽ കാര്യം അബൌട്ട് ഹർ യു ഫെൽറ്റ് immense proud അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവള് എന്താ പറയുക, ചെറിയ എനിക്ക് ഏറ്റവും ഞാൻ ചെറിഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ മോസ്റ്റ് പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഇവള് സ്റ്റേജിൽ കയറി ഇവള് പ്രൈസസ് വാങ്ങിക്കുന്നത്,
ഫസ്റ്റ് സ്റ്റേറ്റിൽ പോയത്. മിമിക്രിയുടെ സ്റ്റേറ്റ് അത് ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മയും അച്ഛനും എന്താണോ ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക സെയിം ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ആ കുട്ടിക്കാലത്തെ ഉണ്ടായ ഓർമ്മകളും അതൊക്കെ എനിക്ക് വരുന്നത്. എൻ്റെ അച്ഛനിങ്ങനെ ഫസ്റ്റ് ഫോണിൽ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് ആയി എന്ന് പറഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ നിന്ന് തുള്ളിച്ചാടുകയാണ്. ലിറ്റിൽ ഇങ്ങനെ തുള്ളിച്ചാടുക. അപ്പം എനിക്ക് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു, ഇവൾക്ക് സ്റ്റേറ്റ് ലെവലിൽ പോയതും അവിടെ പ്രൈസ് കിട്ടിയതും ഒക്കെ. അപ്പോൾ അത് ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എല്ലാം ഞാൻ ഇവളിപ്പം എല്ലാ ബർത്ത്ഡേസിനും ഇവളുടേതായ ചില ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളൊക്കെ തരും. അപ്പം അങ്ങനെ ഇതെല്ലാം ഞാൻ ചെറിഷ് ചെയ്യുന്ന, അതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫുൾ അക്ഷരത്തിട്ടായിരിക്കും എന്ത് എഴുതിയാലും. അത് കുഞ്ഞിലേ മുതലുള്ള പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ സോറി അമ്മ എന്ന് എഴുതുന്നതിൽ ആ സോറിയിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നോട്ട്സ് എല്ലാം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ പ്രൗഡ് മൊമെന്റ് ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള കുറെ. പിന്നെ വേറൊരു കാര്യം, ഇവളുടെ 10th മാർക്സ്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 months ഇവള് ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അതിന്റെ പ്രീവിയസ് മാർക്സ് ഒക്കെ വെച്ച് നോക്കുമ്പം ഷീ സ്കോർഡ് എ വെരി ഗുഡ് മാർക്ക്. അത് അതായത് ഒരു ഡീസന്റ് മാർക്ക് ഇവള് സ്കോർ ചെയ്തു. ഇവളുടെ ഒരു കഴിവ്, പഠിക്കാനുള്ള ഇവള് കാണിക്കുന്ന എഫേർട്ട്, അതിന് മുമ്പുള്ള മാർക്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവള് നല്ലൊരു സ്കോർ. അതെനിക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുക. അതെ ഡിഗ്രിയും PGയും എല്ലാം അത് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് അതിന്റെ കൂടുതൽ പാരലി ഞാൻ ചോദിക്കുന്നത്, ശരിക്കും എന്താവാനാണ് ആഗ്രഹം എന്ന് പണ്ട് മുതൽ എല്ലാവരും പിള്ളേരോട് ചോദിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും ചോദിക്കുന്നത്, ടീച്ചേഴ്സ് ചോദിക്കും. ഇങ്ങനൊരു കലയും കൂടെ ഉള്ളത് കൊണ്ട് ബൈ ബർത്ത് ഇറ്റ് സെൽഫ് ആ ഒരു ഒബ്സർവേഷൻ ചെയ്യുന്ന, വളരെ ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുക, എനിക്കൊന്ന് സ്കൂളിൽ ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊരു ഇൻബോൺ പരിപാടിയാണല്ലോ. അപ്പോൾ ആ ഒരു മേഖലയാണോ ഇൻ ഫ്യൂച്ചർ താല്പര്യം? ആ ഒരു മേഖല ആക്ച്വലി അഭിനയവും ആകാം, വാട്ട് എവർ. കല്യാണിക്ക് അത് കഴിഞ്ഞ് ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ അമ്മ പറയണ ഒരു കാര്യം, ബോത്ത് പ്രൊഫഷൻ ആൻഡ് പാഷൻ. ഇപ്പൊ അമ്മയ്ക്ക് അമ്മ നേരിട്ട് കൊണ്ടുകൊണ്ട് ആൻഡ് അമ്മയുടെ പാഷൻ ആക്ടിങ്ങും ഒരേപോലെ കൊണ്ടുണ്ട്. സോ ഞാനും എനിക്ക് ബോത്ത് ഒരു പ്രൊഫഷൻ ആൻഡ് പാഷൻ അത് ഒരുപോലെ കൊണ്ടുപോകണം. സോ ഞാനിപ്പോ NID അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഡിസൈനർ ആവാൻ ഞാൻ അത്യാവശ്യം വരയ്ക്കും. സോ ഡിസൈനർ ആവാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് എനിക്ക് അമ്മയുടെ ഫീൽഡിൽ ഇങ്ങനെ പുറകെ എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിമിക്രി, ഞാൻ ആക്ച്വലി മോണാക്ടും മിമിക്രിയാണ്, പക്ഷെ മിമിക്രിക്കാണ് കുറച്ചുകൂടെ ഇങ്ങനെ ആക്ടിങ് ഭയങ്കര ഇഷ്ടം. പറയാറുണ്ടോ ആക്ടിങ് ട്രൈ ചെയ്യാം? അല്ല, ഇവള് ഇങ്ങോട്ടാ പറയുന്നത് ട്രൈ ചെയ്യണം. ഞാനപ്പം പറയുന്നൊരു കാര്യം, ഇപ്പം എനിക്ക് എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഏജിൽ സിനിമയിൽ വന്ന ആൾക്കാരൊക്കെ ഇപ്പം സിനിമ ഉപേക്ഷിച്ച് വീട്ടമ്മമാരായി പോയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അവരൊക്കെ കല്യാണം കഴിച്ച് പോയ സമയത്ത് ഞാൻ ഫീൽഡിൽ വന്നു. ഞാൻ എന്തായിരുന്നു എൻ്റെ പാഷൻ, ഞാൻ വളരെ സെറ്റിലായിട്ടുള്ള സമയത്താണ് വന്നത്. അതായത് ലൈഫ് വളരെ, എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഞാൻ എൻ്റെ മീഡിയ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തു, കുറേ ആളുകളെ കണ്ടു, കുറച്ചുകൂടി മെച്യൂർഡായി. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് എൻ്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവർക്ക് കുറച്ചുകൂടെ ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവൻ എൻ്റെ എല്ലാത്തിനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ പോലും എനിക്ക് ആ സമയത്ത് കുറേ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അച്ഛൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷെ നന്നായി, കാരണം ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മാതൃഭൂമി പോലൊരു സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഒരു മെച്യൂരിറ്റി ലെവൽ എത്തിയതിന് ശേഷം എനിക്ക് എൻ്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റി. അപ്പൊ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്കിപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ചിലപ്പോൾ അന്ന് എനിക്ക് പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ചെറുതാണ് ആ ടൈമിൽ, ഇവളുടെ ഇപ്പോഴത്തെ ഏജാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിനക്ക് ടൈം ഉണ്ട്, നിനക്ക് പക്ഷെ നിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഞാൻ എപ്പോഴും പറയും. ജോബ് ഞാൻ ഒരിക്കലും പറയില്ല നീ ഒരു പ്രൊഫഷണൽ ജോബിൽ തന്നെ പോകണം എന്നുള്ളതൊന്നും ഞാൻ പറയില്ല. പക്ഷെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. അത് ഏത് ഫീൽഡിൽ പോയാലും പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, കല്യാണിക്ക് എപ്പോഴെങ്കിലും അമ്മയോട് പറയാൻ പേടി തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ക്യാൻ ബി വെരി സില്ലി ആവാം കേട്ടോ. ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ എന്നെ
അല്ല വഴക്ക് പറയും. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രശ്നം, അമ്മയോട് അത് പറയാൻ പേടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് കുഞ്ഞു കാര്യം. ഇന്ന് രാവിലെ എന്നോട് ഒന്നും മേടിക്കലെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് 40 രൂപ അതിനകത്തൊന്നും മേടിക്കലെന്ന് പറഞ്ഞായിരുന്നു. ചിക്കൻ പൊടി മേടിക്കാൻ വന്നപ്പോ ഒരു സിപ്പപ്പ് മേടിച്ചോണ്ടോ. എവിടെ എന്നിട്ട് ഞാൻ വന്നോഴി വേറൊന്നും കിട്ടിയില്ല പറയാൻ. അതുകൊണ്ട് ഇത് അറിയാൻ പറ്റിയില്ലോ. കഴിയട്ടെ, ചിക്കൻ മസാല മേടിച്ചോണ്ട് വരൂ മോളെ. മോള് പോയിട്ട് തിരിച്ചു വന്നു ഒരു എക്സ്ട്രാ. ഞാൻ പ്രത്യേകം പറഞ്ഞു ബാക്കി പൈസക്ക് വേറെ ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്, ചോക്ലേറ്റ് വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. മേടിച്ചില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, തണുപ്പുമാണല്ലോ. ത്രോട്ട് ഇൻഫെക്ഷൻ കഴിഞ്ഞ് 1 മാസത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, തണുപ്പ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ അമ്മയും മകളുമാണെന്ന് പറയില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പിന്നെ ചേച്ചിമാരെ പോലെ ഉണ്ടെന്ന് പലരും പറയാറുള്ളത് ഈ കമൻറ്റിലും കാര്യങ്ങളിലും. യെസ്, ദാറ്റ് ഈസ് കമൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഈ കോംപ്ലിമെന്റ് കേൾക്കുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? അതെന്നോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. പറയൂ. ഞങ്ങള് ദുബായ് പോയായിരുന്നു റീസെന്റ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങള് മറ്റേ സ്കൈ എന്താ പറഞ്ഞ അകത്ത് ഇൻഡോർ സ്കൈ ഡൈവിംഗ് ചെയ്തു. സോ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നിൽക്കും. അപ്പോഴത്തേക്കും ഓക്കെ കോൾ യു സിസ്റ്റേഴ്സ്, അമ്മേന്റെ അമ്മായി ആയിരുന്നു ഉണ്ടായിരുന്നു, കോൾ യു സിസ്റ്റേഴ്സ്. അപ്പൊ ഞാൻ ഒരു നിമിഷത്തേക്ക് ഓക്കെ, അത് ഇപ്പൊ സ്ഥിരവാ. അനിയത്തിയാണോ എന്താ ചേച്ചിയാണോ, ഇനി അമ്മയുടെ ആൻസർ. അല്ല, അത് കമന്റ്സും വരാറുണ്ടല്ലോ. ഈവൻ നിങ്ങളുടെ എനിക്കൊന്നു വീഡിയോസ് ഒക്കെ ഇടുമ്പോഴാണെങ്കിൽ അതിന്റെ താഴെ സന്തോഷല്ലേ ശംഭു, അത് ആർക്കെങ്കിലും ഏജ് ആയി എന്നത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അപ്പൊ ഞങ്ങള് ഇതുപോലെ ഇതിന്റെ ഇമിഗ്രേഷന്റെ അവിടെ നിന്നപ്പോ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അതാരാ സിസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല മോളാ. അയ്യോ എന്നാ മോളോട് പറയണ്ട, അവൾക്ക് വിഷമാവൂന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ അവള് എന്താ അമ്മ അവര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞേ, എനിക്ക് നീ കേട്ടാ വിഷമാവും. അപ്പൊ എനിക്ക് വിഷമമൊന്നും ഇല്ല അങ്ങനെ കേൾക്കുന്നത് അല്ലേ? നല്ലല്ലേ? അല്ല ശരി വരൂ. അല്ല പെട്ടെന്ന് സഡൻ ഇത് ഈ ഇടയ്ക്കാ ചോദിച്ചു തുടങ്ങിയത്. അതിപ്പോ ഈ ഇടയ്ക്കല്ലേ ഇവള് വലുതായേ. പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ ഒരു ഇത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ പേരന്റ്സ് മീറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും. അല്ലെ സ്കൂളിൽ ജോയിൻ ചെയ്യാം, അന്നേരവും എന്തെങ്കിലുമൊക്കെ ഇപ്പം പറയാറുണ്ടോ? ടീച്ചേഴ്സോ കണ്ടാൽ അങ്ങനെ തോന്നില്ല? നേരത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്സ് പറയും നിന്റെ അമ്മ അച്ഛനും ഭയങ്കര അച്ഛനൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മുടിയൊക്കെ വെച്ച് തടിയൊക്കെ വെച്ച് ഹിമാലയൊക്കെ ഓടിച്ച് പറത്തൊക്കെ വരുമ്പോൾ അച്ഛൻ ഭയങ്കര കൂളാണല്ലോ, ഭയങ്കര കൂൾ. പിന്നെ അമ്മയോട് ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാന്ന് ഇപ്പൊ എന്താണ് സ്കിൻ കെയർ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഒന്നും പറഞ്ഞു കൊടുക്കില്ല എന്നപ്പോ അല്ലേ? നൈസ്. അപ്പൊ ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. എനിക്കൊന്നു ഗായത്രി ഇപ്പൊ ഈ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഏതോ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഡിപ്രഷനെ പറ്റി സംസാരിച്ച ഏതോ. അപ്പൊ ഈ അത് ഗോത്രൂ ചെയ്തൊരു വ്യക്തി ആയിരുന്നു ആക്ച്വലി. ഡിപ്രഷനെ പറ്റി ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എവിടെയോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടാണ്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തീർച്ചയായിട്ടും ഉണ്ട് ആഫ്റ്റർ ഡെലിവറി. അത് എനിക്ക് അന്നൊന്നും അത് അത്ര കോമൺ ആയിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ അന്ന് അനുപമ IAS അവരോട് സംസാരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടി ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് അങ്ങനെ നടന്നില്ല. അത് ആക്ച്വലി പലർക്കും ഇപ്പോഴും അവെയർ അല്ലാത്തൊരു കാര്യമാണ്. ഫാമിലിക്ക് അതിനെ കുറച്ചുകൂടെ, അതായത് നമ്മുടെ എന്താ പറയുക, ഡെലിവറി ടൈമിലുള്ള നമ്മുടെ കൺസൾട്ടേഷനുള്ള കറക്റ്റ് പ്രോപ്പർ ചെക്കപ്പിൻ്റെ കൂടെ തന്നെ ഫാമിലിക്ക് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റൽസിലും വേണം എന്നുള്ളതാണ്. കാരണം ആഫ്റ്റർ ഡെലിവറി ഒരു പെൺകുട്ടി കടന്നു പോകുന്ന കുറേ മെൻ്റൽ സിറ്റുവേഷൻസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണ്. പണ്ടത്തെ പോലെ എല്ലാം ചുറ്റും നടന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ആളുകളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന കുട്ടികളുടെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ കേസസ് ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് ഒരു പ്രോപ്പർ അവയർനെസ് ആവശ്യമാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതാണെന്ന് പോലും തിരിച്ചറിയാതെ പോകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിരുന്നു. അത്
എനിക്കൊന്ന് റീസെൻറ്റ് ഇൻ്റർവ്യൂ കളങ്കാവലിനെ പറ്റി കുറേ ഇൻ്റർവ്യൂസ് കുറേ ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ആ ഒരു മൂവിയിലെ ദ വൺ തിങ് ഒരു നമ്മൾ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം സിനിമയെ പറ്റിട്ടോ? അല്ലെങ്കിൽ ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കാക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പിറ്റേ ദിവസമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. കറക്റ്റ് ടൈമിംഗാ. അതെ, അപ്പം ഹാറ്റ്സ് ഓഫ് ഫൂത്ത് നാഷണൽ അവാർഡ്, ലെജൻഡിന്റെ കൂടെ ചെയ്യാൻ വീണ്ടും ഒരു അവസരം കിട്ടി എന്നുള്ളതിലുള്ള സന്തോഷം. കളങ്കാവിലെ കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത പാട്ട് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ അതിനകത്ത് ഞാൻ മമ്മൂക്കയെ കുടുക്കിയില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. ചിലർ അയ്യോ പാവം ആ ഇരിപ്പ് കണ്ട് സങ്കടം വന്നു എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ ബെറ്റ് വെച്ചിട്ട് എന്നെ വിളിച്ചു, ഗായത്രി അറിഞ്ഞോണ്ടല്ലേ ആ പോലീസിന്റെ ഭാഗമായി നിന്നോണ്ട് കുടുക്കിയതല്ലേ, പോലീസാണെന്ന് വിചാരിച്ചവരുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ആക്ച്വലി വളരെ പർപ്പസ്ലി ചെയ്ത ഒരു കാര്യമാണ് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പാർട്ടാണ്. അപ്പം എനിക്കും ഒരു ചെറിയ ക്ലൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് അതിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ആ സീനിൽ ബിഹേവ് ചെയ്യാനെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ശരിക്കും ഒരു ഔട്ട് വന്നപ്പോഴാണ് ഞാനും ഓക്കെ. പക്ഷെ എനിക്കൊരു ഞാൻ അതിൻ്റെ എഡിറ്ററോട് ചോദിച്ചിരുന്നു, ആ ഒരു ഒറ്റ ഷോട്ട് ഉണ്ടാവില്ലേ സിനിമയിൽ, കാരണം ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായി കൂട്ടുന്ന ഒരു ഷോട്ടാണ് ആ ക്ലൈമാക്സ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എഡിറ്റർ കൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പ്രവീണാണ് എഡിറ്റർ. അപ്പം അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ ചെറിയ ചെറിയ ചേഞ്ചസും എക്സ്പ്രഷൻസും ഒക്കെ അതുപോലെ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാർട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തതാ, ഈ ഒരു കൺഫ്യൂഷൻ. ഇപ്പം കറക്റ്റ് ടൈമിംഗ് കൂടെ അല്ലേ എന്തെങ്കിലും അവാർഡ് ആ ഒരു അവസരത്തിൽ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അല്ലെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ തരത്തിൽ നോക്കുവാണെങ്കിൽ മൂവി മാത്രമല്ല മൂവീസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്തെങ്കിലും വൺ തിങ് ഇപ്പോൾ ഒരുപാട് പറയാത്ത കാര്യം അബൌട്ട് ദ മമ്മൂക്ക ഉണ്ടെങ്കിൽ എന്തായിരിക്കും യുവർ എക്സ്പീരിയൻസ്? എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനെ പറ്റിയിട്ട്. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം അതാണ്. ആ സെറ്റിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ നിൽക്കുന്നു, എക്സ്ട്രാ ആരെങ്കിലും ഉണ്ടോ, ഇതെങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അദ്ദേഹം ഈ സീനിൻ്റെ ഇടയ്ക്കൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അതെ അതെ, അത് വളരെ വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ ആണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുക അല്ലെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമ്പനി അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു ടൈമാണ് എനിക്ക് മഞ്ജു ചേച്ചിയുടെ മോള്. അത് ഭയങ്കര ഒരു കമ്പനി, അല്ലെങ്കിൽ അത് ആ വീഡിയോ ഭയങ്കര ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫൈനലി എന്നുള്ളൊരു സാധനം. ഈ ഒരു വീഡിയോ കണ്ടോ, ആ എക്സ്പ്രഷൻ നോക്കി. നമ്മളിപ്പോ ഹോളിഡേയിലേക്കാണ് പോകുന്നത്. ഒരു ഷൂട്ട് ഉണ്ട്. ഇതേ ഡ്രസ്സായിരുന്നോ? മേബി ആയിരുന്നു. ഞാൻ അവളെ വിളിച്ചതാണ് അസിസ്റ്റന്റ് ആയിട്ട്. ഈ ഇന്റർവ്യൂ ഈ സീനിയർ വിളിച്ചിട്ട് പോയത് ശംഭു വരാതെ നമ്മളെ പറ്റിച്ചത്. ഈ വീഡിയോയെ പറ്റി രണ്ട് വാക്ക് പറയൂ, ഞങ്ങൾക്കിത് അറിയണം. ഇത് ഇവള് ഇൻസ്റ്റഗ്രാമിൽ വളരെ റീസെന്റ് ആയിട്ടാണ് ആക്റ്റീവ് ആയത്. അപ്പോൾ അവള് ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ എന്തോ ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടപ്പം ദയാ സുജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെപ്പോഴും ഇങ്ങനെ പറയും എനിക്ക് ദയ ചേച്ചിയെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഒരു ദിവസം മഞ്ജു ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇങ്ങനെ ദയയുടെ ഒരു വലിയ ഫാൻ എൻ്റെ വീട്ടിലുണ്ട്, അപ്പം എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പം ചേച്ചി ഇത് ഓർത്ത് വെച്ചിട്ട് ദയ നാട്ടിൽ വന്നപ്പോൾ ദയയും അതുപോലെ തന്നെ വന്ന ഉടനെ പറഞ്ഞു എന്ന് അമ്മ എനിക്ക് കല്യാണി കാണണം. അപ്പൊ കുറച്ച് ദിവസം എന്തോളം നാട്ടിൽ ഉള്ളൂ. ഫസ്റ്റ് തിങ് അവള് വന്നപ്പോ പറഞ്ഞത് കല്യാണിയെ മീറ്റ് ചെയ്യണം എന്നുള്ളതാ. അപ്പോൾ അത് മഞ്ജു ചേച്ചിയുടെ പ്ലാൻ ആയിരുന്നു ആക്ച്വലി. മഞ്ജു ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലാണ് ട്രിവാൻഡ്രത്ത്. മഞ്ജു ചേച്ചി പറഞ്ഞു നീ ഇങ്ങനെ ഇത്രാം തീയതി നീ ഫ്രീ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെയാണെങ്കിൽ കല്ലു അറിയണ്ട, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. അപ്പം മഞ്ജു ചേച്ചിയുടെ പ്ലാൻ ആയിരുന്നു എന്നാൽ അത് നീ വീഡിയോ എടുത്തോ, നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാലോ, അവൾക്ക് റീൽ ഇടാലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞങ്ങള് എനിക്ക് എൻ്റെ ക്യാമറ ചെയ്യുന്ന
സുമിൻ ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ, അപ്പം ഞാൻ പറഞ്ഞു സുമിൻ ചേട്ടൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, കല്ലും കൂടെ വാ, വെറുതെ അന്ന് വെക്കേഷനാണ്. ഞാൻ പറഞ്ഞു നീ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വാന്നും പറഞ്ഞ് കല്ലുവിനെ വിളിച്ചിട്ട് പോയി. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു നന്നായി ഒക്കെ ഡ്രസ്സ് ചെയ്തോ, കാരണം ഇൻ്റർവ്യൂ ആണ്, ചിലപ്പോൾ അവർ നിന്നോടും കൂടി ഇരിക്കാൻ പറഞ്ഞാലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഹോളിഡേ ഇന്നിലാണ്, അപ്പോൾ അവരവിടെയായിരുന്നു സ്റ്റേ. അങ്ങനെ പോയി, അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അത് കണ്ട് ഹൗ ഡു യു ഫെൽറ്റ്? ഞാൻ എന്തോടെ എല്ലാരോടും ബ്ലാ 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 പറഞ്ഞോണ്ടിരിക്കുക. ചെറുതായിട്ട് അമ്മ ഇങ്ങനെ നോക്കിയപ്പോ പുറകിൽ ഒരാളിങ്ങനെ ചിരിച്ചോട്ടോ. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. ലിറ്ററലി ഭയങ്കര എനിക്ക് വെരി സ്വീറ്റ്. ഭയങ്കര വീഡിയോ നമുക്ക് അറിയാലോ, ഭയങ്കര സ്വീറ്റ് ആണ്. മഞ്ജു ചേച്ചി എല്ലാവർക്കും അറിയാം. മഞ്ജു ചേച്ചി ഭയങ്കര എന്താ പറയാ, കൂടെ പ്രോഗ്രാംസ് ചെയ്യുന്നവരുടെയൊക്കെ റെസ്പോൺസ് ആണോ നമുക്ക് അറിയാം ചേച്ചി എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് ദയ. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ആണ് ദയ. വെരി വെരി സ്വീറ്റ്, വെരി ഗുഡ് അറ്റ് ഹാർട്ട്. ഭയങ്കര ഒരു പാവാണ്. അപ്പോൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി പെട്ടെന്ന് പോരാന്ന് അവൾക്കും തിരിച്ച് സ്റ്റുഡിയോയിൽ, കാരണം ഒരു ദിവസമാണ് മഞ്ജു ചേച്ചിക്ക് അവളെ കാണാൻ കിട്ടുന്നത്. അതിൽ പകുതി ദിവസവും ഞങ്ങളുടെ കൂടെ പോയി. മഞ്ജു ചേച്ചി പറഞ്ഞു അത് കഴിഞ്ഞ് ഉടനെ അവളെ സ്റ്റുഡിയോയിലേക്ക് വിട്ടേക്കണേ മനോരമയിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞങ്ങൾ അതിൽ അവിടെ കുറച്ചധികം നേരം അവിടെ ഇവരൊരുമിച്ച് സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് ഫൺ. എനിക്ക് ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഇല്ല, എനിക്ക് ഒരു ക്ലൂവും കിട്ടിയില്ല. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു കോൾ എന്തോ വന്നു, പക്ഷെ ഞാൻ അതും കണ്ടില്ല. ഭയങ്കര സർപ്രൈസ് ആയി പോയി. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഗസ് ഒക്കെ എടുക്കുന്ന. പക്ഷെ ഇത് മഞ്ജുജിയും മോളും ഇതുപോലെ കട്ട വൈബ് ഫ്രണ്ട്സിനെ പോലെയാണല്ലോ അവരും. ഭയങ്കര അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ വണ്ടിയിൽ വെച്ച് ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പറഞ്ഞിട്ടുള്ളത് അവിടെ എത്തുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് റിങ് ചെയ്യണം റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫോൺ കാർപ്ലേ കണക്റ്റഡ് ആയിട്ടുള്ളത് മറന്നു, ഞാൻ റിങ് ചെയ്തു. അപ്പൊ ഇവള് കണ്ടു, ശരിക്കും കണ്ടു എന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ അവള് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ എല്ലാ സർപ്രൈസും ഒന്ന് പൊളിഞ്ഞാണ്. നിങ്ങള് നല്ല ഒരു ഫ്രണ്ട്സ് അല്ലേ? നിങ്ങള് നല്ല അടുപ്പമുള്ള അങ്ങനെ ആയേ പറ്റൂ ശംഭു. നമ്മള് പഴയ എന്താ പറയാ അമ്മ വൈബിലൊന്നും നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ അങ്ങനെ തന്നെ. അല്ല മഞ്ജുചേച്ചിയും നിങ്ങള് ഞങ്ങള് നല്ല മഞ്ജുചേച്ചി എനിക്ക് തോന്നുന്നു ഞാനും മഞ്ജുചേച്ചി അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഫംഗ്ഷൻസിന് വെച്ചിട്ടും. എന്നിട്ടും മഞ്ജുചേച്ചി ഞാൻ നെയിലിറ്റിന്റെ ഇനോഗ്രേഷൻ വിളിച്ചപ്പോ രചനയുടെ കൂടെ മഞ്ജുചേച്ചി വന്നു. അപ്പൊ ഭയങ്കര ഗുഡ് അറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളെ പോലെ തന്നെയാണല്ലോ അവരും, ലൈക്ക് ഫ്രണ്ട്സ് ആണല്ലോ. എന്തോ ദയയുടെ സോഷ്യൽ മീഡിയയിൽ പല വിമർശനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വരാമല്ലോ. അപ്പൊ എന്തോ മഞ്ജുചേച്ചി നീ പോയി തെളിയിട്ട് വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അതൊരു മ്യൂച്വൽ സപ്പോർട്ട് കൊണ്ടാണല്ലോ. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, നിങ്ങളും അതേ ലൈനിൽ തന്നെയാണല്ലോ, ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും നോക്കിയോ ഞാനുണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഓർത്ത് പറയാൻ ചെറിയ ഇൻസിഡന്റ് ആവാം, നീ ഒന്നും പേടിക്കണ്ട, ഇതിനൊക്കെയാണ് ടെൻഷൻ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എപ്പോൾ ലോയ ആയാലും അല്ലെങ്കിൽ എന്ത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ വരും. ഇപ്പം സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ചകടാസ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫ് തന്നെയാണ്. കാരണം നമ്മളെ ഒരു സമയത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ നമ്മളോട് ഒരു അകൽച്ച കാണിച്ചവര് അവരെൻ്റെ കൂടെ പഠിച്ചതാണ്, ഷീസ് മൈ ഫ്രണ്ട് എന്ന് വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു ലെവൽ വന്നിട്ടുണ്ട്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു നിന്നെ പറ്റിയും അങ്ങനെ നാളെ പറയുന്ന ഒരു അവസ്ഥ വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും, അങ്ങനെ അതിനുവേണ്ടി നീ വർക്ക് ചെയ്യണം. അപ്പം അന്നൊക്കെ അവരെ ഈ പറയുന്ന ആൾക്കാർ പറയും ഷീ വാസ് മൈ ക്ലാസ്മേറ്റ് എന്ന് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അത് ഗായത്രി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ പല രീതിയിലും. പണ്ടൊക്കെ അങ്ങനെ ഇപ്പൊ ഞാൻ ആ ടൈമിലൊക്കെ, അതായത് ആ ടൈമിൽ നമ്മളോട് അത്രയും അടുപ്പം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിന്റെ ഒരു കിക്ക് എങ്ങനെയാ ആക്ച്വലി? അതൊരു ഭയങ്കര രസമുള്ള ഒരു ഫീൽ ആണ്. കുറെ ഇൻസിഡൻസ് ഉണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞ ഓരോരുത്തരെ നമ്മൾ വിഷമിപ്പിക്കേണ്ടല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം സ്കൂൾസിലാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിഷമം, അവരൊന്നും ഓർക്കുക പോലും ഇല്ല. അവർക്ക് എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ. പക്ഷെ നമ്മള് ആ ഏജിൽ നമ്മുടെ മനസ്സിലത് ഭയങ്കരമായൊരു വൂണ്ടായിരിക്കും, ഭയങ്കരമായൊരു വൂണ്ടായിട്ട് കിടക്കും. അത് ആ ഏജിൽ ഉണ്ടാവുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് അറിയാം എങ്ങനെ ഒരു കാര്യം വന്നാൽ അത് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള സാധനം നമുക്കുണ്ട്. പക്ഷെ ആ ഏജിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ
ഇഗ്നോറൻസ് അല്ലെ ചെറിയൊരു അവഗണന പോലും നമുക്ക് ഹേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതൊക്കെ പക്ഷെ പിന്നീട് അതേ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരൊക്കെ വളരെ അഭിമാനത്തോടു കൂടി നമ്മളെ വെൽക്കം ചെയ്യും. അതെ, വെൽക്കം ചെയ്യുകയും എന്താ പറയാ നമ്മളെ പറ്റി പറയുകയൊക്കെ കേൾക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ സക്സസ് ആണല്ലോ, അതെ അതെ അതെ, നമ്മുടെ ഒരു വിജയം എന്നുള്ള കാര്യമാണല്ലോ അല്ലേ. വെരി നൈസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പം 11th-ലാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു ഓരോ ഏജിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പാരന്റ് നോക്കും, ഇപ്പോൾ ഒരു ടീനേജിലേക്ക് ഒരു ടീനേജർ ആയി കഴിയുമ്പോൾ ഒരു ടീനേജറെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കില്ല മോർ ദാൻ ദ കിഡ്സ്. അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല റെസ്ട്രിക്ഷൻസോ? എൻ്റെ ഇപ്പം ഈ സിമിലർ ഏജിലുള്ള ഒരുപാട് പേരൻസ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരൊക്കെ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അഡോളസൻ്റ് ഏജ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആക്ച്വലി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം മറ്റേത് നമ്മൾ പറയുന്ന ഡ്രസ്സുകൾ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ ഭയങ്കരമായി അവർ കേൾക്കുന്ന ഒരു ഏജിൽ നിന്ന് മാറി അവരുടേതായ ഒപ്പീനിയൻ വരുന്നൊരു വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ വരുന്നൊരു ഏജാണ് ആ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജിൽ നമ്മൾ നമ്മുടെ വാശിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെ അവർ ഒരുപാട് നമ്മൾ വാശി പിടിച്ചാൽ ചിലപ്പോൾ അവർ നമ്മുടെ വാക്ക് കേൾക്കാതെ അവരുടെ ഇഷ്ടം നോക്കി പോകും. അപ്പം നമ്മൾ അവിടെയാണ് ആ ഒരു ഫ്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഷോപ്പിങ്ങിന് പോയി, അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇവള് ഇട്ടാൽ നന്നാവും വിചാരിക്കും നമ്മുടേതായ കുറെ ഇഷ്ടങ്ങളുണ്ട്. അപ്പം ഇത് കൊടുക്കുമ്പോൾ ഇവള് നിഷ്കരുണ അതിനെയൊക്കെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടാന്ന് പറയാം, ഈ അമ്മ കൊള്ളൂലമ്മ എന്ന് പറയും. അപ്പം ഞാൻ പറയും ഈ ഒരു ഏജില് ഇവരുടെ ഇഷ്ടങ്ങളൊന്ന് ഓക്കെ ആയി വരാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതിന് നമുക്ക് ഭീകര പേഷ്യൻസ് വേണം. അതൊരു ചെറിയ കാര്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിങ്ങനെ ചിലപ്പോൾ ചില ഫ്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി പലരും പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കല്ല് കുറച്ചുകൂടെ മാനേജബിൾ. അങ്ങനെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്, വലിയ അടിയൊക്കെ ഉണ്ടായിരുന്നാലും കുറവാ അല്ലായാലും. ഞങ്ങൾ ഇങ്ങനെ തർക്കം ഉണ്ടാവില്ല, ഞാൻ ഇങ്ങനെ മുന്നോട്ടേക്ക് അങ്ങനെ ഇരിക്കും. കണ്ടോ എന്ത് വലിയ ഇവള് വലിയതായിട്ട് ആർഗ്യൂ ചെയ്യാറില്ല, പറയുന്നത് കേൾക്കും. പിന്നെ ചിലപ്പോൾ ഇവളുടെ ഒപ്പീനിയൻ ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ അതിനെയും റെസ്പെക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറിയ എക്സാമ്പിൾ ആ ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞേ, അതിൽ അങ്ങനെ എല്ലാത്തിലും ഇപ്പൊ ചില സമയത്ത് ഞാൻ ആലോചിക്കും ഈ ഏജിൽ നമ്മൾ എങ്ങനെയായിരുന്നു, അത് വെച്ച് നോക്കുമ്പോൾ ഇവര് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഫാർ ബെറ്റർ എന്ന് മാത്രമല്ല ഇവർക്ക് കാഴ്ചപ്പാടുകൾ ടോട്ടലി ഭയങ്കര ഡിഫറെന്റ്. നോളജ് വൈസ് ആണെങ്കിലും അതിനെ ഓരോ കാര്യത്തിനും വ്യക്തമായി ഇപ്പൊ ഇവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാത്തിനും ഇവരുടെ ഒരു പെർസെപ്ഷൻ ആൻഡ് ഇവരുടെ ഒപ്പീനിയൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം അവരിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ അമ്മ ചിലപ്പോ കുറച്ച് ഫങ്കി കളേഴ്സ് ഒക്കെ എടുത്തോണ്ട് എനിക്ക് തന്നെ കുറേ അഡ്വൈസ്. കാരണം ഇപ്പൊ ഞാൻ ആലോചിക്കും ഇവൾക്ക് ഇത് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കും. ചിലത് ഇപ്പം ഞാൻ ഇവളോടാണ് പലതിനും ഇപ്പൊ ഒപ്പീനിയൻ ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും അത് സജഷൻ അവർക്കറിയാം. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, എക്സ്പോഷർ ഭയങ്കര കൂടുതലല്ലേ. അപ്പൊ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ആയിട്ടോ ഒരു ഫ്രീഡം കൊടുക്കാത്ത ചില ഏരിയാസും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ, ഒരു എക്സാമ്പിളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാനിപ്പം ഫോൺ യൂസ് ആണെങ്കിലും ഞാൻ എൻ്റെ പാരന്റൽ കൺട്രോളിലാണ് അവള് ഫോൺ യൂസ് ചെയ്യുന്നത്. ഷീസ് 15. അപ്പം അതൊരു ഏജ് വരെ അത് വേണം എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ കൊടുക്കേണ്ട ഫ്രീഡം, നമ്മുടെ സ്പേസ് എല്ലാം ദാറ്റ് ഈസ് ദയർ. ബട്ട് സ്റ്റിൽ അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം എന്ന് നമ്മൾ പറയില്ലേ. കാരണം പലപ്പോഴും എല്ലാ ഡിസിഷൻസും റൈറ്റ് ആവണം എന്നില്ല. അല്ലെങ്കിൽ ഇവരെടുക്കുന്ന ഡിസിഷൻസിൽ എന്തെങ്കിലും പാളിപ്പോയാൽ ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് ഇവർ എത്തണം എന്നില്ല. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ലൈഫ് ലോങ് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗൈഡൻസും നമ്മുടെ ഇത് തീർച്ചയായിട്ടും വേണം. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസിലാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാത്തിലും എൻ്റെതായ ഒരു നോട്ടം ഉണ്ട്. ഞാൻ ഓപ്പോസിറ്റില്ല. കാരണം ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സിനാണെങ്കിലും കുറെ ബാഡ് എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ഓക്കെ അമ്മയുടെ ഈ ഒരു പാരന്റൽ കൺട്രോൾ ഉള്ളതുകൊണ്ട് മേ ബി ഞാൻ അങ്ങനെ ഒരു ഇതെടുക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. സംടൈംസ് അത് നല്ലൊരു കാര്യം അല്ല, അത് നല്ല കാര്യമാണ്. ഞാൻ തന്നെ അമ്മയ്ക്ക് ഫോൺ കൊടുക്കും. അതെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇനി അടുത്ത പ്രാവശ്യം അടുത്ത അവാർഡ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ എത്തുന്നതായിരിക്കും. പ്ലാൻഡ് അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടാണല്ലോ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു ശംഭു.